ഹലോ ഗായ്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്ന് കിട്ടു നോക്കിയേ, മുഖം നോക്കട്ടെ, ഇസ്തിരി വെട്ടി പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സന്തോഷമുള്ളൊരു കാര്യമുണ്ട്. ഇന്ന് ഈ സീസണിലെ ഫസ്റ്റ് പ്രോഗ്രാം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ പ്രോഗ്രാമിന് പോവാണ്. പ്രതീക്ഷിക്കാണ്ടാണ് കേട്ടോ ഇത് എൻക്വയറി വന്നത്. നമ്മുടെ മരത്തങ്കോട് പള്ളി പെരുന്നാളിന് ഞാൻ കഴിഞ്ഞൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, പെരുന്നാളാണെന്ന്. അപ്പോൾ പെരുന്നാളിൻ്റെ അന്നാണ് നമുക്ക് പ്രോഗ്രാം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വേറെ ആരുമില്ല, ശങ്കരേട്ടൻ മാത്രമേ ഉള്ളൂ. ബാക്കി പിള്ളേരൊക്കെ പോയിക്കാണ്, ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോയിക്കാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ. അവരുടെ അടുത്ത് വിളിച്ച് ചോദിച്ചപ്പോൾ അവർ ബിസിയാന്ന് പറഞ്ഞു. കാരണം നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ നമുക്ക് അവരെ സെറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പം അത് കാരണം കൊണ്ട് നമ്മൾ പ്രോഗ്രാമിന് പോവാതിരിക്കണ്ടല്ലോ, നമുക്ക് കിട്ടുന്ന ഒരു അവസരമല്ലേ, അപ്പോൾ അവസരം കളയാൻ പാടില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ സോളോ പെർഫോമൻസിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ജോക്കറിൻ്റെ വേഷമാണ് ചെയ്യുന്നത്. അത് കാരണം ആൾ മീശയും താടിയൊക്കെ ക്ലീൻ ഷേവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ആളെ പൊയ്ക്കാലൊന്ന് കെട്ടിയിട്ട് നടന്ന് നോക്കാൻ പോവുകയാണ്. ജസ്റ്റ് നമ്മൾ ഇപ്പോൾ 2-3 പൊയ്ക്കാലുള്ള കാരണം കൊണ്ട് അതുമൊക്കെയും പോകാറുണ്ട്. അപ്പോൾ ഓരോന്നുമേ നടക്കുന്ന എക്സ്പീരിയൻസ് വേറെ വേറെ എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കെട്ടി നോക്കിയിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഇനിയുള്ള കാഴ്ചകൾ കാണാം കേട്ടോ. ഓക്കെ ആണോ? ആ ഓക്കെ. എന്തെങ്കിലും മിസ്സിങ് ഉണ്ടോ? അത് കുറേ നാളല്ലേ പ്രാക്ടീസ് ചെയ്യാറില്ലല്ലോ, ഇടയ്ക്ക് അതുമേ പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ ഫുള്ള് 5 അടിയുടെ മുകളിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ആ ഇരിക്കുന്ന പൊയ്ക്കാലിൻ്റെ മുകളിലാണ് ഞങ്ങൾ റോട്ടിൽ പോയിട്ടും പ്രാക്ടീസ് ചെയ്യുന്നത്, ശങ്കരേട്ടൻ ക്ലാസ്സിലും പ്രാക്ടീസ് ചെയ്യുന്നത്. നോർമലി നടക്കുന്നത് 5 അടിയുടെ മുകളിൽ കാലിങ്ങനെ അയ്യോ, അത് എന്താ അങ്ങനെ പോയേ? എന്താ ഫാനുള്ളത് മറന്നു പോയാ? അപ്പോൾ ഇവിടെ 5 അടിയുടെ മുകളിൽ നടക്കുമ്പോൾ ഫാൻ ഇടാറില്ല? ഓക്കെ. അപ്പോൾ ഞാൻ വന്നിട്ട് ഫാൻ ഇട്ടതാണ്. ഇവിടെ ചൂടെടുത്തിട്ട് ഇരിക്കാൻ പറ്റാതാണ് ഫാൻ ഇട്ടതാട്ടോ. ഇനി എൻ്റെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ശങ്കരേട്ടൻ അയച്ചിട്ട് ഫുഡ് കഴിക്കുക. 12 മണിക്ക് എത്താനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കൊരു 11:30 ആകുമ്പോഴത്തേനെങ്കിലും ഇവിടുന്ന് പോകണം. കാരണം ജോക്കറിൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം ഓക്കെ. അപ്പോൾ അതേ നമ്മൾ പോവുകയാണ്. ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു 11:30 ആവാറാകുമ്പോഴത്തേനും അവിടെ എത്താം എന്നുള്ള ലെവലിലാണ് പോകുന്നത്. നമ്മൾ സ്കൂട്ടിയുടെ മുകളിലാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ മരത്തങ്കോട് എത്തിയിട്ടുണ്ട്. അവിടെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വേണം നമുക്ക് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ നമ്മളിതേ ഇവിടെ നിൽക്കുകയാണ്. ഇതേ നിൽക്കുന്നു ഇവിടെ വന്ന പാന. അത് ഇത്ര തൊട്ടടുത്ത് അതാണ് കേട്ടോ സ്ഥലം. ഇവിടെ അപ്പുറം ഇപ്പുറമൊക്കെ ആനയാണ്. ആനുണ്ട്. ഒരു ചുമരപ്പുറം ആനയാണ് ഗായ്സ്. ഞാനോടും, ശങ്കരേട്ടൻ എന്ത് ചെയ്യും? ഫുള്ള് ആനവണ്ടികളാണ് ഇവിടെ. ആനവണ്ടി ഇവിടെ നിന്ന് അപ്പുറം 2 ആന, ഇവിടെ 1 ആന. ആനയെ കണ്ട് ഓടണം ഞാനാണ്. ആനയുടെ തൊട്ടിപ്പുറത്ത് ശങ്കരേട്ടൻ മേക്കപ്പ് തുടങ്ങിയിട്ടുണ്ട്. മേക്കപ്പ് സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്ക് ഉണ്ണിക്കുട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നമ്മുടെ രഞ്ജിത്ത്. നമുക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട്. നമ്മുടെ ആന ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്, എവിടെയും പോയിട്ടില്ല. എന്താ ജോക്കറിൻ്റെ ഫോട്ടോയാ? തപ്പി നോക്കട്ടെ. ആനകൾ 2 അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിത് മേക്കപ്പ് ചെയ്ത് ഇത്ര ആയിട്ടുണ്ട്. അപ്പുറത്ത് ആന അവിടെ ഉണ്ട്, അവിടെ തന്നെ ഉണ്ട്. ഇത് 2 ആന അപ്പുറം കിട്ടിയിട്ടുണ്ടായിരുന്ന 2 ആന പോകുന്നുണ്ട്.
മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ബാൻഡ് സെറ്റുകാരൊക്കെ പോയോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ശങ്കരേട്ട ഇവിടെ കെട്ടി ഒരുങ്ങി തുടങ്ങിയിട്ടാ. ഇവിടെ ബാൻഡ് സെറ്റുകാർ, ശിങ്കാരി മേളക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ അത് പോയോണ്ടിരിക്കുകയാണ് അവരെ പ്രോഗ്രാമിന്. നമ്മളിതാ ഇവിടുന്ന് കെട്ടി ഇറങ്ങുന്നു. ടെൻഷൻണ്ടാ? ആനയുണ്ട് ഇവിടെ, അത് കാരണം ഭയങ്കര റിസ്ക് കേട്ടോ. അവിടെ ഒരു ആന നിൽക്കുന്നുണ്ട്. നമ്മൾ നിൽക്കണതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ആന ഉണ്ടായിരുന്നു, അത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ എന്താവും എന്നുള്ളത് എടുത്ത് നോക്കാം.
നമ്മുടെ ചിമ്പാൻസി പാണ്ടയൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരാണ് അവർ 3 പേര്. അതിൻ്റെ ഓണറാണ് ഈ നിൽക്കുന്ന ചേട്ടൻ. അപ്പോൾ നമ്മൾ ഭയങ്കര കമ്പനി ആയിട്ട് അവരാണ് നമുക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ച് തന്ന്. നമ്മൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വന്നു, പണി തീർന്നു. അയ്യോ, വെറുതെ തലവേദന എടുത്തിട്ടുണ്ടാവുക. ഇവിടെ എന്തോ ഒരു സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആനകളെ 2 പേരെ നിർത്തിയിട്ട് ഒരു ടീമാണ് അത്. യൂണിഫോമൊക്കെ ഇട്ട് സെറ്റാണ്. ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു.
പ്രോഗ്രാം കഴിഞ്ഞു നമ്മൾ പോവാണ് കേട്ടോ. ഞാൻ ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഒരു ബായ് പറയാ ശങ്കരേട്ടാ. വയ്യ, ഞാൻ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഗായ്സ്.